കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് റദ്ദാക്കിയ സംഭവത്തിൽ സംസ്ഥാന പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി. അറസ്റ്റിന് മുൻപ് സുപ്രീം കോടതി നിർദ്ദേശിച്ച നിർബന്ധിത നിയമ നടപടികൾ പാലിക്കുന്നതിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് പ്രത്യേക കോടതി പ്രതിയുടെ അറസ്റ്റ് റദ്ദാക്കിയത്. ഈ സംഭവമാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനും അന്വേഷണത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള കടുത്ത ചോദ്യങ്ങൾക്കും വഴിവെച്ചത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തിയ രീതിയും പ്രതിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ച കോടതി സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായതും ഭരണപരവുമായ പരാജയമാണ് ഉണ്ടായതെന്ന് നിരീക്ഷിച്ചു. പ്രതിയെ നിയമപരമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നടന്ന നീക്കത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും പ്രാഥമിക പങ്കുണ്ടെന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ നിരീക്ഷണമാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ച് നടത്തിയത്. അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ടു പോയതെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കൃത്യമായ വിശദീകരണം നൽകേണ്ടത് പോലീസിന്റെ ബാധ്യതയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അറസ്റ്റിന് പിന്നാലെ തലശ്ശേരി പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച മുഴുവൻ രേഖകളുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. അറസ്റ്റിന് മുൻപ് സുപ്രീം കോടതി നിർദ്ദേശിച്ച നിർബന്ധിത നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന വിശദമായ സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച രേഖകളും പ്രത്യേക കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ തലശ്ശേരി പ്രത്യേക കോടതിയും നിർദ്ദേശം നൽകി. പ്രത്യേക കോടതിയുടെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ജൂലൈ 20-ന് പ്രത്യേക കോടതി ഡോക്ടർ MK റാമിനെ വിട്ടയച്ചതിന് പിന്നാലെയാണ് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് അവർ കോടതിയിൽ ഉന്നയിച്ചത്. കേസ് പരിഗണിച്ച പ്രത്യേക കോടതി അറസ്റ്റിലായ വ്യക്തിയെ നിയമപ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ വ്യക്തമായി അറിയിക്കേണ്ട സുപ്രീം കോടതി നിർദ്ദേശം പോലീസ് പാലിച്ചില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ ഗുരുതര നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അസാധുവാക്കി പ്രതിയെ മോചിപ്പിച്ചത്. ഈ സംഭവത്തിൽ പോലീസിന്റെ നടപടികളെ അത്യന്തം രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഇത് എന്തുതരം പോലീസ് സേനയാണ്? സാധാരണക്കാരെ ഉപദ്രവിക്കാനും സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാനുമാണോ പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്? സാമ്പത്തികവും സാമൂഹികവുമായ സ്വാധീനമുള്ളവർക്ക് ഏത് നിയമലംഘനവും നടത്തി രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയാണോ സംസ്ഥാനത്തുള്ളത് എന്ന് കോടതി ചോദിച്ചു. ഈ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തെയും അറസ്റ്റ് നടപടികളെയും കുറിച്ച് കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പ്രതിക്കൊപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹം നൽകിയ ഭക്ഷണം കഴിക്കുകയും ചെയ്തതല്ലാതെ ഫലപ്രദമായ അന്വേഷണ നടപടികളൊന്നും പോലീസ് സ്വീകരിച്ചില്ലെന്നായിരുന്നു കോടതിയുടെ വിമർശനം. ഒടുവിൽ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ നിയമ നടപടികൾ പൂർണ്ണമായി പാലിക്കാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും അറസ്റ്റിന്റെ കാര്യങ്ങൾ പോലും പ്രതിയെ അറിയിക്കാതെ കോടതിയിൽ ഹാജരാക്കിയതിലൂടെ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം പോലീസ് തന്നെ സൃഷ്ടിച്ചുവെന്നുമാണ് കോടതി വിമർശിച്ചത്. ഇത്തരം വീഴ്ചകൾ അന്വേഷണത്തിലെ സാധാരണ പിഴവായി കാണാനാകില്ലെന്നും നിയമവാഴ്ചയെ തന്നെ ദുർബലപ്പെടുത്തുന്ന സംഭവമാണിതെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മനഃപൂർവ്വമാണോ എന്നും അതിന് പിന്നിൽ മറ്റ് താൽപര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ 10 മുതൽ 15 വർഷത്തിനിടെ ഇത്രയും ഗുരുതരമായ നടപടിക്രമ ലംഘനം നടന്ന മറ്റൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വസ്തതയും അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വവും ചോദ്യം ചെയ്യുന്ന സംഭവമാണിതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന അടിസ്ഥാന തത്വം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നും സ്വാധീനമുള്ളവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്ന സാഹചര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിൽ കേസിന്റെ അന്വേഷണം വീണ്ടും പൊതുശ്രദ്ധയിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിലെ വീഴ്ചകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമോ? നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കോടതി കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പോലീസിന്റെ അന്വേഷണ രീതിയെയും സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ട സംവിധാനത്തെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേസ് കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത്.